ഹായ് ഹലോ നമസ്കാരം. ഇന്ന് ക്രംബ് ഓഫ് കേക്കിൽ ട്രൈ ചെയ്യാൻ പോകുന്ന ഐറ്റമാണ് വാൾനട്ട് ആൻഡ് പിസ്താഷ്യോ കുക്കീസ്. ഇതിനായിട്ട് നമുക്കൊരു 100 ഗ്രാംസ് വാൾനട്ടും പിസ്താഷ്യോ കൂടെ എടുക്കാം. ഇത് രണ്ടും കൂടിയാണ് 100 ഗ്രാംസ് ഉള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇത് ചോപ്പായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി റൂം ടെമ്പറേച്ചറിലുള്ള 100 ഗ്രാം ബട്ടർ എടുക്കാം. അൺസോൾട്ടഡ് ബട്ടറാണ്. ഇതിനകത്തോട്ട് 100 ഗ്രാം ബ്രൗൺ ഷുഗറും കൂടെ ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 40 ഗ്രാം ഐസിങ് ഷുഗർ ആഡ് ചെയ്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ എഗ്ഗ് മതി. എന്നിട്ട് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തോട്ടൊരു 150 ഗ്രാം പ്ലെയിൻ ഫ്ലോർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. മൈദയാണ്. പിന്നെ ഒരു നുള്ളി ബേക്കിംഗ് പൗഡറും ഒരു നുള്ളി സോൾട്ടും കൂടി ആവശ്യമുണ്ട്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വാൾനട്ടും പിസ്താഷ്യോയും പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടിയാണ് ആഡ് ചെയ്യേണ്ടത്. അൺഫോർച്ചുനേറ്റ്ലി അത് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി. ഇതാണ് അതിൻ്റെ ടെക്സ്ചർ കേട്ടോ. 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സും കൂടെ ആഡ് ചെയ്ത് നന്നായി ഒന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ക്ലിംഗ് ഫിലിം വർക്ക് സർഫസിൽ വിരിച്ച് അതിലോട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള കുക്കി ഡോ മിക്സ്ചർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് റോൾ ചെയ്തിട്ട് വേണം റാപ്പ് ചെയ്യാനായിട്ട്. കാരണം ഈ ഷേപ്പിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഏകദേശം 7 സെൻറ്റിമീറ്റർ ഡയമീറ്ററിൽ റോൾ ചെയ്താൽ മതിയാവും. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചൊരു 12 hours സെറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. 12 hours റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഡോ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഓവൻ ഒന്ന് 190 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ക്ലിംഗ് ഫിലിം നമുക്ക് പതിയെ അഴിച്ചു മാറ്റാം. ഇനി ഒരു സെറേറ്റഡ് നൈഫ് വെച്ച് നമുക്കിങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും തിന്നായിട്ട് കട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ ക്രിസ്പി ആയിരിക്കും. ഇനി നമുക്കിതൊന്ന് 7 to 8 minutes ബേക്ക് ചെയ്തെടുക്കാം. 8 minutes സഫീഷ്യൻ്റ് ആണ് ബേക്കായി കിട്ടാൻ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ 5 minutes ലേറ്റ് ആയിട്ടാണ് ഇത് ഓപ്പൺ ചെയ്തത്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.